നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമ്മൾ രാവിലെ മുതൽ അതാ ഗജേന്ദ്രമോക്ഷം ഇതൊക്കെയാണ് പാരായണം ചെയ്തു തുടങ്ങി. അതാ ഇനി ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരമാണ് ഇനി അടുത്തതായിട്ട് പാരായണം ചെയ്യണമെന്ന്. ഇപ്പം എല്ലാ വ്യാഴാഴ്ചയും ആണല്ലേ ഇവിടെ വളരെ നന്നായി. എല്ലാ വ്യാഴാഴ്ചയും ഓരോ ദിവസം സമ്പൂർണ്ണമായിട്ടോ അങ്ങനെ ചെയ്യണം. അത് ഉണ്ടായി. അപ്പോൾ അങ്ങനെ 7 ആഴ്ച കൊണ്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പോകുന്നു. അപ്പോൾ വളരെ നല്ല കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം പങ്കെടുക്കാമെന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം. ഇപ്പോൾ ഇനി അടുത്തത് നമ്മൾ ശ്രീകൃഷ്ണാവതാരമാണ് ഭഗവാന് പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. അപ്പം ഭഗവാന്റെ അവതാരം നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. മനസ്സിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പം എപ്പോഴും ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടാവണം. നിത്യം ചിത്തസ്ഥിതമേ അല്ലേ മേൽപ്പത്തൂര് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ എപ്പോഴും മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല അല്ലേ. പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് മുക്തി നേടി. എങ്ങനെയാണ് പരീക്ഷത്ത്? അത്രയും സമർപ്പണ ഭാവത്തോടു കൂടി പൂർണ്ണമായിട്ടും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് അത് ശ്രവണം ചെയ്തുകൊണ്ടാണ് 7 ദിവസം കൊണ്ട് മുക്തി നേടിയത്. അത് നമ്മൾക്കും സാധിക്കും. അപ്പം എന്ത് ചെയ്യണം? അതിന് പൂർണ്ണമായിട്ട് സമർപ്പണ മനോഭാവമാണ് വേണ്ടത്. ഇപ്പോൾ രാവിലത്തെ കഥ നമുക്ക് ഗജേന്ദ്രമോക്ഷം നമുക്ക് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. നമ്മൾ ആരേ ഉണ്ടാവുള്ളൂ ആശ്രയമായിട്ട്? ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ്. അതുവരെ രാജാവായിട്ട് എല്ലാത്തിലും കേമായിട്ട് നടന്ന ഗജേന്ദ്രന് ഒരു അപകടം സംഭവിച്ചു. അപ്പം ബോധ്യം വന്നു. അപ്പോൾ ഒരു താമര എടുത്തിട്ട് ആ ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് അതാ ആ അർച്ചന ചെയ്തു. അപ്പോൾ ഭഗവാൻ അവിടെ ഓടിയെത്തുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതായിരിക്കണം. എപ്പോഴും ഭഗവാനെ മാത്രം ആശ്രയിക്കുക. അല്ലാണ്ട് സൃഷ്ടികളിൽ നമ്മൾ ആശ്രയിക്കാൻ പോകരുത്. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? സൃഷ്ടിയായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? സൃഷ്ടി കഴിഞ്ഞാൽ സ്ഥിതിയാണ്. പിന്നെ അതായത് സൃഷ്ടി ഉണ്ടാകുന്നു, കുറച്ച് കാലം അത് നിലനിൽക്കും. പിന്നെ എന്താ ഉണ്ടാവുക? സംഹാരമാണ്. അപ്പം ഇല്ലാതെയാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാലോ നമുക്ക് ആശ്രയം ഇല്ലാണ്ടി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് സൃഷ്ടിയുടെ പിന്നാലെ പോകരുത് എന്ന് പറയാൻ. അപ്പം ഈ മനുഷ്യന്മാരൊക്കെയോ സൃഷ്ടികളാണ് അല്ലേ. അപ്പോൾ സൃഷ്ടിയുടെ എന്താ? മനുഷ്യന്മാർ കുറച്ച് കാലം ഉണ്ടാവുന്നു, കുറച്ച് കാലം നിലനിൽക്കും, പിന്നെ എന്താ ഉണ്ടാവുക? ഇല്ലാണ്ടിയാവും. അത് പ്രകൃതി നിയമമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ അമിതമായിട്ട് ആശ്രയിക്കാൻ പോയാലോ അത് എല്ലായ്പ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിക്കോളൊന്നുമില്ല. ഇല്ലാതെയാവുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ സഹായിക്കാൻ വന്നില്ലെങ്കിലും മതി, അല്ലാണ്ട് അത് നശിച്ചു പോവുക എന്നുള്ള അർത്ഥമല്ല. ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഉപകാരം ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഭാഗവതം എന്താണ് ദിവസം പാരായണം ചെയ്ത് ഇത് തത്വം മനസ്സിലാക്കണം. ഇത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ആരെയും ആശ്രയിക്കണ്ടു? ഭഗവാനെ മാത്രമേ ആശ്രയിക്കണ്ടു. അപ്പം ഇങ്ങനെ ഭൂമിദേവിക്ക് ഇതാ അവിടെ ദുഷ്ടന്മാരെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ അപ്പോഴാണ് ശ്രീകൃഷ്ണാവതാരം പിന്നീടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണൻ അവതരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഇത് നമുക്ക് ഭഗവാനെ സമർപ്പിക്കുകയാണ്. എല്ലാവരും മനസ്സിൽ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നമുക്കിതാ ഭഗവാന് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേത കാലപരമശോഭന യർഹേവാജനജന്മാർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം
മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകര നദ്യപ്രസന്നസലില ഹൃദാജലരുഹശ്രിയ ദ്വിജാളീകുലസംനാദസ്തപകാ വനരാജയ ഭവോ വായു സുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ദതാ മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാ തുഷ്ടുവോ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നർദുർ അപ്സരോഭി സമം തദാ മുമുജോർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിരാസീദ്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല തമദ്ഭുതം ബാലകമം ഭുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോതസൗഭഗം മഹാർകവൈഢൂര്യകിരീടകുണ്ടലത്വിഷാ പരിക്ഷ്വക്തസഹസ്രകുന്തളം ഉദ്ധാമകഞ്ജംഗതകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വസുദേവ ഐക്ഷത, വസുദേവര് ദേവകി വസുദേവന്മാർ ഭഗവാനെ കണ്ടു. ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന് എല്ലാ പാരായണം ചെയ്തതും എല്ലാം നമ്മൾ സർവം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഈ മനോഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ദിവസവും എന്തായാലും വളരെ സന്തോഷം, ദിവസം പാരായണം ചെയ്യുന്ന അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. അതാ പറഞ്ഞത്, നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതാണല്ലോ, നമുക്കൊരു വാക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയോ ആൾക്കാരുടെ ജീവിതം തന്നെ മാറി മാറി. അത് വേണം, ഏറ്റെടുക്കണം. അതാ പറഞ്ഞത്, അത് എനിക്ക് വേണ്ടിയിട്ടല്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു നമ്മളൊരു സൃഷ്ടിയെ ആശ്രയിക്കുക. ഇപ്പം എന്നെ നിങ്ങൾ ഞാനൊരു നിമിത്തമായിട്ട് ഇവിടെ വന്നു അല്ലാണ്ട് അത് ഒക്കെ ഭഗവാൻ ആ നിയോഗം പോലെ ഇവിടെ എത്തിച്ചു എന്നല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ടത്? ഇവിടുത്തെ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടുത്തെ പോയി വിചാരിച്ചിട്ടു ഇനി എന്താണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതാ പറഞ്ഞത്, ഇതിപ്പോൾ ഇവിടെ എന്തായാലും നടന്നു പോകണ്ടല്ലോ. അപ്പോൾ അത് ഭഗവാന് എപ്പോഴും ഭഗവാന്, അപ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഗുരുവായൂർ പോയിട്ട് ഒരു കൃഷ്ണനെ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പം ആ കൃഷ്ണനോട് എന്നും പറയാത്തത്, പിന്നെ വിനു ഒരു വരുന്നില്ല, വിനു വരുന്നില്ല, ഇതിങ്ങനെ പറയും.
അതായത് തമ്പുരുവിനെ കണ്ടില്ല. അപ്പോൾ അപ്പോഴേക്ക് ഇവിടെ അപ്പോൾ ഇങ്ങോട്ട് എത്തി. അതാണ് ഭഗവാനോട് നമ്മൾ, അപ്പോൾ ഭഗവാന് സാധിക്കാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. നമുക്ക് അസാധ്യമായിട്ട് തോന്നും, പക്ഷേ ഭഗവാന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ ലോകത്ത്. അപ്പം നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനോട് പറയും വേണ്ട. അതായത് അത്ര അടുപ്പായി കഴിഞ്ഞാൽ നമ്മൾ അടുപ്പുള്ളവരോട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? അങ്ങനെയല്ലേ ചേട്ടാ? നമ്മൾ അടുപ്പുള്ളവരോട് നമ്മൾ വിഷമം പോലും പറയണ്ട. അവർ എന്ന പോലെ ഭഗവാനെ നമ്മളെ അടുപ്പക്കാരനാക്കി മാറ്റിയാ വേണ്ടത്. അതല്ലേ വേണ്ടത്. അപ്പം പിന്നെ നമുക്ക് പറയേണ്ട പോലും ആവശ്യമില്ല. നമ്മുടെ കാര്യമൊക്കെ പോകാൻ ഇപ്പോൾ പിന്നെ അല്ലേ? അങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിട്ടാണോ അയക്കുക വിഷമം? ആ എന്താ പറഞ്ഞ പോലെ തന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പം അതേമാതിരി തന്നെയാണ് ഭഗവാനോട് ആദ്യം നമ്മൾ വൈകാരികമായിട്ട് ആദ്യ പടിയാണ് അത്. അതിലൂടെ ഭഗവാനിലേക്ക് അടുക്കിലേക്ക് എത്തുക. പിന്നെ സമർപ്പണ ഭാവമാണ് പിന്നെ വേണ്ടത്. ആദ്യം വൈകാരിക ഭാവം, അത് കഴിഞ്ഞു. ഇനി അടുത്ത സമർപ്പണ ഭാവം കഴിഞ്ഞു. ഇനി ഭഗവാനിലേക്ക് അടുക്കുക വേണ്ടത്. ഇനി ആരെയും കാണാനോ കേൾക്കാനോ കേൾപ്പിക്കാനോ കേമത്തം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആവശ്യമില്ല. നമ്മൾ ആരും, അതാണ് പറഞ്ഞത്, ആരും ഇപ്പം ആൾക്കാർ വരുമോ, കാണാനുണ്ടോ കേൾക്കാനുണ്ടോ, ആരെങ്കിലും നോക്കുക, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ല, അതാ പറഞ്ഞത്. അത് നമ്മൾ പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയിൽ വരണം. അതാ പറഞ്ഞത്, പ്രവൃത്തിയിലേക്ക് വരണം. അതാ പറഞ്ഞത്. പറച്ചിൽ നമ്മൾ അതൊക്കെ പറയും, പക്ഷേ 10 ആൾ എന്താ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അതില്ല. അതാ പറഞ്ഞ. അപ്പോൾ അതാ പറഞ്ഞ, ഇനി എന്താണെങ്കിലും പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. അതാ വേണ്ടത്. നമ്മളവസരമല്ല, മറ്റുള്ളവർക്ക് നമ്മളെ കൂടെ അവസരം കൊടുക്കുക വേണ്ടത്. കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കുക.